ഹലോ ഗൈസ്, നന്ദഗോവിന്ദം ഭജൻസ് കുറേ നാളായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ അവരുടെ പ്രത്യേകിച്ച് പാട്ടുകളൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, എക്സെപ്റ്റ് നാഗഭൂഷിത പദങ്ങളും. അത് ആദ്യം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു പാട്ടല്ലേ. അപ്പോൾ അത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷെ അവരുടെ പ്രോഗ്രാംസ് കാണുമോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുമോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത് അവരെ സംബന്ധിച്ച് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഇങ്ങനെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. ഇങ്ങനെ ഏതൊക്കെയോ യൂട്യൂബ് ചാനൽ ന്യൂസുകളിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്താ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ട് ഞാൻ പിന്നെ അവരുടെ പ്രോഗ്രാംസ് ഒക്കെ യൂട്യൂബിൽ കണ്ടു തുടങ്ങി. ആക്ച്വലി ദേ ആർ സോ ഗുഡ്. അവരുടെ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് വളരെ അഡിക്റ്റീവ് ആണ്. ശരിക്കും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ കുട്ടികൾക്ക് അവരുടെ പ്രശ്നം, അഡൾട്ട്സിന് അവരുടെ പ്രശ്നം, വാർദ്ധക്യത്തിലുള്ളവർക്ക് അവരുടെ പ്രശ്നം, എല്ലാ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കും എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്പിരിച്വൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പുരാണങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കലിയുഗം, അതായത് നമ്മുടെ ഈ യുഗത്തിൽ ഈശ്വരനെ സമീപിക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മാർഗം നാമസങ്കീർത്തനമാണെന്ന്. ആ നാമസങ്കീർത്തനത്തിന്റെ ഒരു രൂപമാണ് ഈ ഭജന എന്ന് പറയുന്നത്. ഞാൻ പൊതുവിൽ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പം ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒന്നുകിൽ പാട്ട് കേൾക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് പോഡ്കാസ്റ്റുകൾ കേൾക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ അടുക്കള ജോലികൾ ചെയ്യാറുള്ളത്. ഞാൻ അവരുടെ പ്രോഗ്രാംസ് കണ്ട് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ ഫുൾ ടൈം ചെവിയിൽ അവരുടെ ഭജൻസ് ആണ്. ഇറ്റ്സ് സോ ഗുഡ് ഗൈസ്. എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നി, അവരെ പറ്റിയിട്ട്. അവരുടെ ആ ഒരു ഭജന ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംബിയൻസ്, ഇറ്റ്സ് സോ ഗുഡ്. നമ്മുടെ മനസ്സിനെ അത്രയും പോസിറ്റിവിറ്റിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന കാര്യമാണ് ഈ ഭജന. പ്രത്യേകിച്ച് നന്ദഗോവിന്ദം ഭജൻ ക്വാളിറ്റിയാണ് ശരിക്കും. എൻ്റെ വീടിൻ്റെ അടുത്ത് അയ്യന്തോൾ കാർത്തിയാനി അമ്പലത്തിൽ അവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ കാർത്തിക വിളക്കിന്. പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, ബിക്കോസ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ഞാൻ അവരെ പറ്റി ബോധേഡേ ആയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇതാ പറയുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ടായി കഴിഞ്ഞാൽ അത് അവരെ പോപ്പുലർ ആക്കുക ചെയ്യുക. ആക്ച്വലി ആ കോൺട്രവേഴ്സി ഉണ്ടായത് അവരെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് അവരെ പറ്റി അറിയാത്ത ഞാൻ പോലും അവരുടെ പ്രോഗ്രാംസ് കണ്ടു തുടങ്ങി. ആൻഡ് ഐ വാണ്ടഡ് ടു ഷെയർ ദാറ്റ് വിത്ത് യു ഗൈസ്. അവരുടെ പ്രോഗ്രാംസ് കാണുക, യൂട്യൂബിൽ കണ്ടു നോക്കുക. സോ ഗുഡ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ അത് ലഘൂകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ്. പ്രത്യേകിച്ച് കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈസിലി കണക്റ്റഡ് ആവും. നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആവും. നിങ്ങളുടെ ചിന്തകൾ എത്ര സംഘർഷഭരിതമാണെങ്കിലും ഒന്ന് റിലാക്സ്ഡ് ആവും. നല്ലതാണ്. ഒബ്വിയസ്ലി എൻ്റെ ചാനൽ എൻ്റെ ജീവിതമാണ്. അപ്പം എനിക്ക് വളരെ മികച്ചതെന്ന് തോന്നുന്നത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റിയും നിങ്ങളോട് ഷെയർ ചെയ്യാൻ തയ്യാറായത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റെന്തെങ്കിലും വിഷയമായി വരുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സീ യു.